ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ പൂ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇത് മുല്ലപ്പൂ അല്ല ഗായ്സ്, ഇത് മുരിങ്ങപ്പൂവാണ് ഗായ്സ്. മുരിങ്ങപ്പൂ വെച്ചാണ് ഇന്നത്തെ അമ്മേന്റെ റെസിപ്പി. ആദ്യം ചട്ടിയിൽ ചൂടാവുമ്പോൾ എണ്ണ ഒഴിക്കുക. അടുത്തതായി വരുന്നു കടുക്. ഇപ്പം പൊട്ടും, ഇപ്പം പൊട്ടും, ഇപ്പം പൊട്ടും. പൊട്ടി. കടുക് പൊട്ടിയിട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയിൽ ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കാം. ഇളക്കി ഉള്ളി ഒന്ന് വാടുന്നത് വരെ അടച്ചു വെക്കാം. ഉള്ളി ഒന്ന് ചെറുതായി കളറൊക്കെ മാറി ഒന്ന് വഴണ്ടു വരട്ടെ. ആ സമയത്തിന് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ കുറച്ച് പേരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാതെ മാറി നിൽക്കുന്നു. അടുത്തതായി നമുക്ക് ഉണ്ടമുളക് ഇട്ട് കൊടുക്കാം ഗൈസ്. ഉണ്ടമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ഇളക്കാം. ഇളക്കി അടുത്തതായി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കടന്നു വരുന്നു. അതാ നമ്മുടെ മുരിങ്ങപ്പൂവ്. അതെ ഗൈസ്, അമ്മ തട്ടുകയാണ്. മുരിങ്ങപ്പൂ അതിലേക്ക് തട്ടുകയാണ്. ഇനി നന്നായി ഇളക്കുക. ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒന്ന് ചെറുതായി ഒന്ന് വാടുന്നത് വരെ അടച്ചു വെച്ചാൽ മതി. ഇളക്കിക്കോ. നിങ്ങളൊക്കെ മുരിങ്ങപ്പൂ തോരൻ വെച്ച് കഴിച്ചിട്ടുണ്ടോ ഗായ്സ്? അതോ മുരിങ്ങയ്ക്കാണോ ഗായ്സ് തോരൻ വെക്കാറുള്ളത്? എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണേ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അയ്യോ, നമ്മൾ കാര്യത്തിൽ നിന്ന് വിട്ടുപോയി ഗായ്സ്. അടുത്തതായി കുറച്ച് മുളക് പൊടി ഇതിലേക്ക് ഇട്ട് ഇളക്കുക. മുളക് പൊടിൻ്റെ ആ പച്ച മണമൊന്ന് മാറുന്നത് വരെ ഇളക്കുക. അടുത്തതായി കുറച്ച് തേങ്ങ കുറച്ച് വെള്ളത്തിൽ കൈ വെച്ച് ഞെടുവേ എടുക്കുക. അത് നമുക്ക് ഈ തോരനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതെ, എത്തി. ഇത് ഒഴിച്ചു കൊടുത്ത് വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കുക. സ്വാദിഷ്ടമായ മുരിങ്ങപ്പൂ തോരൻ തയ്യാർ. ലൈക്ക് ചെയ്യണേ.